ഹായ് മക്കളെ, ഇതെങ്ങോട്ടേക്കാന്നല്ലേ? ഒന്നും പറയണ്ട. വെക്കേഷൻ ആയപ്പോൾ അക്കുഡൂസിനെയും കൊണ്ട് ഇത്താത്ത പറഞ്ഞൊന്ന് മൈസൂർ വരെ പോവാന്ന്. ബസ് കയറി. നല്ല തിരക്കായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ ഇരുന്നിട്ടാണ് പോയെന്ന് പറയാം. ഇത് അക്കുഡൂസ്. ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബസ് കയറി ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും ഓരോ അമ്പും ഓരോ കുഴിയിലും കിടന്ന് കുലുങ്ങി 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 ഞങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് പറയാനേ പറ്റൂല. അക്കുഡൂസിന് ഇങ്ങനെ ഓരോ അമ്പിലൊക്കെ കയറി ഇങ്ങനെ കുലുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നേ. ഞങ്ങൾക്ക് പേടിയായിരുന്നു അവനെയും കൊണ്ട് ബസ്സിലും പോവാൻ. ഛർദ്ദിക്കുമെന്ന്. ഇത് കണ്ടോ, ഈ ബസ്സിൽ ഇനി ആൾക്കാരെ നിർത്താൻ സ്ഥലമില്ല, എന്നിട്ടും അവർ ഓരോ സ്റ്റോപ്പിൽ നിർത്തുക. ഇത് കർണാടക ബസ്സാണ് കേട്ടോ. ഇത് അങ്ങ് എത്തിയപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് അവിടെ നിർത്തിയായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങി അവിടെ നിന്ന് തേങ്ങയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ മേലെ നിറച്ചും കുരങ്ങുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പം സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അക്കുഡൂസ് കുരങ്ങുകളെ നോക്കിയിരിക്കുക. നല്ല ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ അങ്ങെത്തിയപ്പം ഫുള്ള് കൃഷികൾ മാത്രമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ അതുപോലെ പോകുമ്പോൾ നിറച്ചും മൃഗങ്ങൾ, എന്താ പറയുക, ആനയും മാനും മയിലും കാട്ടുപന്നി, അങ്ങനെ ഒരുപാടെണ്ണത്തിനെ കണ്ടു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആൻബോസ്റ്റിൽ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ വേറെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അവിടെ ഐക്കാൻ്റെ കടയുള്ള അന്തർസന്ധയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ബ്ലൂ ലൈൻ എന്നും പറഞ്ഞിട്ട് ആയിരുന്നു കടേൻ്റെ പേര്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു ചേട്ടനും ചേച്ചിയായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അക്കുഡൂസിന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ രാവിലെ ദോശയും ചട്നിയും സാമ്പാറൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. അക്കുഡൂസ് അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുക്കളയിൽ എല്ലാവരെയും പരിചയപ്പെട്ടു. പുറത്തൊക്കെ വന്ന് എല്ലാം കാണുക. കാരണം നല്ല രസമാണ് പുറത്തേക്കൊക്കെ ഇരുന്ന് കാണാനൊക്കെ. പിന്നെ മൈസൂർ പോയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസവും നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇവിടെ റിഹാനും പിന്നെ റയാനും നെറ്റിയും ഞാനും ഒക്കെ പുറത്തിരുന്ന് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കാരണം കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നു. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറേ ഉള്ളൂ മൈസൂറേക്ക്. അത് റയാൻ്റെ എന്തോ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് ഇത്താത്താക്ക്. പിന്നെ ഇവിടെ ഇരുന്ന് പുറം കാഴ്ച കണ്ടപ്പം നമ്മൾ കേരളത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ എത്ര പേരെ കയറ്റും? ഒരു വലിയ സൈസ് ഓട്ടോറിക്ഷയാണ് കൂടിപ്പോയ 4 5, അല്ല അധികം 4 പേര് തന്നെയാണ്. ചെറിയ ഓട്ടോറിക്ഷയിൽ 3 4 അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഓരോ ഓട്ടോറിക്ഷ പോകുമ്പോൾ അതിൽ എൻ്റെ ഊഹം വെച്ച് ശരിയാണെങ്കിൽ 20-25 പേരെയെങ്കിലും കയറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബാക്കിൽ വരെ ആളാണ്, കണ്ടോ? അതുപോലെ കണ്ടോ, ഒരു ബൈക്കിൽ 4ഉം 3ഉം ഒക്കെ ആളാണ്. അതും ഒരാൾ പോലും ഹെൽമെറ്റും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഇതൊന്നും പ്രശ്നമില്ലേന്ന് ആർക്കറിയാം. അതിനൊക്കെ നമ്മളെ കേരളം തന്നെയാണ് കേട്ടോ നല്ലത്. ബൈക്കൊക്കെ ഓടിക്കുമ്പം 2 ആൾ മാത്രം, അതുപോലെ ഹെൽമെറ്റ് നിർബന്ധം, ഓട്ടോറിക്ഷയൊക്കെ, അതൊക്കെ കേരളമൊക്കെ സൂപ്പറാണ് കേട്ടോ. നമ്മളെ ഇത് നോക്കിക്കേ, 3 ആൾ ആ ബൈക്കിലിരിക്കുന്നത്, ഒന്നിൽ 4 ആൾ. അതെന്തെങ്കിലും ആവട്ടെ. ഇതാ അക്കുഡൂസിനെയും കൊണ്ട് ഞങ്ങളിവിടെ ഒരു പച്ചക്കറീൻ്റെ ഇത് കാണാൻ വേണ്ടി വന്നതായിരുന്നേ. ഫുള്ള് വഴുതന, പച്ചമുളക്, തക്കാളി, എന്തൊക്കെയോ പച്ചക്കറീൻ്റെ കുഞ്ഞു കുഞ്ഞു ചെടിയുണ്ട്. ആ ചേട്ടനെല്ലാം നടന്ന് കാണിച്ചു. എന്ത് രസമാണെന്നറിയോ അവിടെ പച്ചക്കറി ചെയ്തിരിക്കുന്നത് കാണാൻ. ഇവിടെ മാത്രമല്ല, എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് നല്ല വില കുറവും കേട്ടോ അവിടെ. പിന്നെ വരുന്ന വഴിയിലൊക്കെ ഒരിത്തിരി സ്ഥലമുണ്ട്, അവിടെ വരെ അവരെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൃഷി എന്താ പറയുക, ഇഞ്ചിയും പിന്നെ അങ്ങനെ എല്ലാ കൃഷിയും അവിടെ നട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടെ പോയപ്പോൾ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മൈസൂറേക്ക് പോയത്. നല്ല നാടൻ കേരള ഭക്ഷണമായിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ അക്കുഡൂസിന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അവന് ചിക്കൻ കിട്ടിയാൽ വേറൊന്നും വേണ്ട. നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അക്കുഡൂസ് നന്നായി കഴിച്ചായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ മൈസൂറിലേക്ക് പോയത്. കാറിലായിരുന്നു പോയത്. അടിപൊളിയായിരുന്നു. പിന്നെ അക്കുഡൂസിന് നല്ല ഇഷ്ടമായി. അക്കുഡൂസ് പോകുമ്പോൾ ഫുള്ള് പുറം കാഴ്ചയൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. അവിടെ എല്ലാം എന്താ പറയുക, റോഡ് കുഞ്ഞു കുഞ്ഞു കടയിൽ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചേച്ചിമാരിരുന്ന് വളയും കുപ്പിവളയൊക്കെ, കുറേ ആയി കുപ്പിവളയൊക്കെ കണ്ടിട്ട് കുപ്പിവളകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു.
അതുപോലെ തന്നെ എല്ലാം പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എല്ലാ സാധനം ഇങ്ങനെ നിരത്തിയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അക്കുഡൂസിന് നല്ല ഇഷ്ടമായി ഈ യാത്ര. അതാദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ഒച്ചപ്പാടാട്ടോ കേട്ടത്. തിരിച്ചു വരുമ്പം അക്കുഡോസിന് എങ്ങനെയൊക്കെയോ കുറേ ഇങ്ങെത്തിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് തന്നെ, അതും 4 ആൾ ഒരു സീറ്റിലിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ കണ്ടക്ടർ ആക്കി തന്നതാണ്. പിന്നെ അക്കുഡോസ് ഫുള്ള് മൃഗങ്ങളെയും കണ്ട് ഇങ്ങോട്ട് എത്തുമ്പം ഫോറസ്റ്റിലേക്ക് കയറിയ പിന്നെ ഫുള്ള് മൃഗങ്ങളാണല്ലോ. മൃഗങ്ങളെയൊക്കെ കണ്ടു. എല്ലാം റോഡ് സൈഡിലായിരുന്നു. കുറേ ഇങ്ങെത്തിയപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല രീതിയിൽ വന്നു. വീഡിയോസൊക്കെ എടുത്താൽ ഞങ്ങൾ വന്നേ. എല്ലാവരും റോഡ് സൈഡിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇതാ കുരങ്ങ്, മാനുകൾ, ആന കണ്ടോ, എന്തൊരു വലിയ കൊമ്പല്ലേ. എല്ലാവരും അതെ, കാരണം അത് അവരെ സ്ഥലമാണ്, അവർക്ക് എവിടെയും നിൽക്കാം. മാനുകളൊക്കെ ഓടിക്കളിക്കുന്ന കണ്ടോ, നിറച്ചും ഉണ്ടായിരുന്നു. അക്കുഡോസിന് ഭയങ്കര എന്താ പറയുക, നല്ല ഇഷ്ടമായിരുന്നു ഈ യാത്ര. അങ്ങനെ ഒരുപാട് താമസിച്ച് ഞങ്ങൾ തിരിച്ചു പിന്നെ എത്തിയത്. അങ്ങനെ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. അക്കുഡോസിന് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വന്നത് നദീനാൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അക്കുഡോസിന് ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കാൻ പറ്റി. നദിയാൻ്റെ വീട്ടിലെത്തി. എന്താ പറയുക, അക്കുഡോസ് അവിടെ എത്തിയ പിന്നെ ചെടീൻ്റെ നടുവിലായിരിക്കും. റോസയൊക്കെ നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ്. ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വരുക. കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചെടികളൊക്കെ പോയിട്ട് ഇപ്പം എല്ലാം ഉഷാറായിട്ടുണ്ട്. എന്നാൽ ഓക്കെ, ബായ് പറയുന്നതിൻ്റെ മുമ്പ് 1 മിനിറ്റും കൂടിയേ. ഈ യാത്ര അക്കുഡോസിന് ഒരുപാട് ഇഷ്ടമായെങ്കിലും കാരണം മൃഗങ്ങളെയൊക്കെ കണ്ട്. പക്ഷെ മക്കളെ, ബസ്സിലിരുന്ന് എല്ല് വെള്ളത്തിലായി എന്നൊക്കെ പറയില്ല, അതുപോലെ ഹാവ്